അച്ഛൻ ജ്ഞാനസ്ഥാനം കൊടുത്തോണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് പിശാചിനെ ഉപേക്ഷിക്കുന്നു. ഉടനെ ഏൽത്തം പറയല്ലേ, അവരമ്മ കേട്ടത് പിശാരി ഇടിഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഇന്ന് ബാവയുടെ ജ്ഞാനസ്നാനമാണ്. ബാവയുടെ ജ്ഞാനസ്നാനമായിട്ട് ഇവർ കുറേ നാളുകൊണ്ട് ഒരുങ്ങനെയാണ്. മുഖത്ത് വല്ല മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഒരു മാറ്റമില്ല, പക്ഷെ എന്റെയൊക്കെ മോങ്ങണ്ട, ഞാൻ ഒന്നും ചെയ്തില്ല. ഇവ ഇന്നലെ കാപ്പിപ്പൊടി മോത്തിട്ടിരുന്ന് ഞാൻ കണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞിരിക്കുന്നത്. ബീട്രൂട്ട് ഇന്നലെ ബീട്രൂട്ട് അയ്യോ അങ്ങനെയുണ്ട്. എന്നെ മാത്രമേ വേണ്ട. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. ഇതിവിടെ കാണിച്ചേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കുറവായി. ഇയാള് പോണോ കുറെ നേരെ ഇവിടെ വാച അടിച്ചോണ്ടിരിക്കുന്നത്. ആരും ഷോ അടിക്കുന്ന ആളെ ഇത്ര ഒരുങ്ങിയ ഷോ അടിക്കുന്നത് ആരും കാണില്ല. ഗൈസ് അഭിനയം ഗൈസ്. വീഡിയോ ഓണാക്കി കണ്ടപ്പോൾ എല്ലാവരും ഓടിച്ചെന്നിട്ട് പറഞ്ഞു കിട്ടി. കൈ ഇങ്ങനെ വെച്ചത് എടുത്തിട്ട് വേണം. ഞാൻ കല്യ കത്തി വാങ്ങാൻ വേണ്ടി വെച്ചെടുത്തിട്ട് പോയി. നീ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ചേറിയിരിക്കണം. ഞാൻ അങ്ങനെ ആരും ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടെ പ്രപ്പോസൽ സീനാണ്. എന്ത് രോഗം അറിയത്തില്ല, നോക്കാം. അവിടെ നിന്നോ കളിയാക്കല്ലാട്ടാ. കാണാൻ വേണ്ടി കൊറേ നാള് ഞാൻ സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ വരും, പക്ഷെ നീ എന്നെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടില്ല, വെറുതെ എന്നാലും വേറെ ഫ്രണ്ടിനെ കിട്ടാത്തതുകൊണ്ട് വന്നെയാണ്. പല്ലൊക്കെ ഒന്ന് ശരി ഞാൻ ശരിയാക്കും, കുഴപ്പമില്ല. പല്ലൊക്കെ ഞാൻ ശരിയാക്കി തരാം. എനിക്ക് വേണ്ടതില്ല. നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. അതാണ് എന്റെ ഐഡിയ. എല്ലാം തരാം, ഒരെണ്ണം തരാൻ ഓരോ പെണ്ണിനും ഓരോ നോക്കാണ്ട് വാടി പോലെ വരുന്നു. എന്റെ പല്ല് കണ്ടിട്ടാണ് ഇത് പോലെ കരിഞ്ഞിരിക്കുന്നത്.